അപ്പോൾ നിങ്ങൾ ഇതിൽ വേണ്ട കാര്യങ്ങളെല്ലാം പൂരിപ്പിച്ചും അപ്ലോഡൊക്കെ ചെയ്ത ശേഷം നെക്സ്റ്റ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കണ്ടത് നമ്മൾ ഓൺലൈനിൽ ബസ് കൺസ്ട്രക്ഷൻ എടുക്കുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടാം. കൂടുതൽ സമയം കളയാതെ നേരെ വീഡിയോ. കൺസ്ട്രക്ഷൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്. ഇതിൽ നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. കോളേജിലാണെങ്കിൽ കോളേജ് സ്റ്റുഡൻറ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കൺസെഷൻ ഇതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അത് സ്കൂളാണെങ്കിൽ അത് അവർ ചെയ്യേണ്ടതാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതിലിപ്പോൾ നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്കൂൾ സ്റ്റുഡൻറ് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ 4 ടാബ് ആയിട്ടുണ്ട്. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ്, ഡോക്യുമെന്റ്സ്, അതർ ഡീറ്റെയിൽസ്. ഈ 4 ഓപ്ഷൻസിലും ആദ്യത്തേത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഗാർഡിയൻ നെയിം, ഫോൺ നമ്പർ, ആധാർ നമ്പർ, മെയിൻ, ഇതൊക്കെയാണ് ആദ്യം കൊടുക്കേണ്ടത്. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. നിങ്ങൾ ഏത് ടൈപ്പിലുള്ള ഇതാണ് പഠിക്കുന്നത്, അതായത് CBSE ആണോ, ICSE ആണോ, സ്റ്റേറ്റ് ആണോ, അതേതെന്ന് വെച്ചാൽ അതിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇത് ഇത്രയും ശേഷം സ്കൂളിലെ ഏത് സ്കൂളെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിൽ ഏത് ക്ലാസ്സും ഇവിടെ ഡിവിഷനും ഇമ്പോർട്ടൻ്റ് ആണ്. റോൾ നമ്പർ, ഇത് അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇത് ഇത്ര പൊരിപ്പിലാണ് വീണ്ടും നെക്സ്റ്റ് ചെയ്യുക. അതിനുശേഷം റേഷൻ കാർഡിൻ്റെ റേഷൻ കാർഡ് ഏത് ടൈപ്പ്, APL, BPL, AY തുടങ്ങിയതുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങളെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത ശേഷം ഇതിൽ ഇത് വായിച്ചു നോക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം റേഷൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. എന്നിട്ട് അതിലുള്ള ഓരോ സ്റ്റുഡൻറ് ഫോട്ടോ, ID കാർഡ്, റേഷൻ കാർഡ്, ആധാർ നമ്പർ. ആധാർ കാർഡ് ഇത് ഓപ്ഷണലാണ്, ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതും വേണ്ട. ഇതൊന്നും സ്റ്റാർ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് സ്റ്റാർ ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി.
ഇതാണ് സബ്മിറ്റ് ചെയ്യേണ്ട കണ്ടീഷൻസ്. ഇതാണ്. ഇനി അടുത്തതിലാണ് ഇതില് ഇപ്പം നിങ്ങൾ ഇതിൽ വേണ്ട കാര്യങ്ങളെല്ലാം പൂരിപ്പിച്ച് അപ്ലോഡൊക്കെ ചെയ്ത ശേഷം നെക്സ്റ്റിൽ പിടിക്കുക. നെക്സ്റ്റിൽ പിടിച്ച ശേഷം ഇതിൽ എവിടെ നിങ്ങളെ ലൊക്കേഷൻ, അതായത് നിങ്ങൾ എവിടെ നിന്നാണ് കയറുന്നത്, അത് നിങ്ങൾ എവിടെയാണ് ഇറങ്ങുന്നത്, അത് ഇതിൽ നിങ്ങൾ എത്ര മാസത്തേക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, 1 മാസം 3 മാസം ഉള്ളത്. നിങ്ങൾ അടുത്തുള്ള ഡിപ്പോ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എലിജിബിലിറ്റി ഏതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇതൊന്നും ഇതില് ഇതെല്ലാം ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇതില്ലാണ്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ അടിക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു ടോപ്പ് ചെയ്യും, അതിൽ ഓക്കെ അടിക്കുക. ഇത് ഞാൻ നെറ്റിലെ സ്പീഡ് അനുസരിച്ച് ആകുന്നതായിരിക്കും. നിങ്ങൾ പ്രിന്റ് ഡോക്യുമെന്റ് പ്രിന്റ് എടുക്കുക. ഇങ്ങനെ സാധാരണ പ്രിന്റ് എടുക്കുക, അല്ലെങ്കിൽ സേവ് എടുക്കുക. അത്രയേ ഉള്ളൂ. ഇതേപോലെയാണ് സ്കൂളിൻ്റെ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ കോളേജിൻ്റെതും ചെയ്യുന്നതും ഇതിൽ സൈൻ ഇൻ ചെയ്യുക. യൂസർ ഐ ഡി നേരത്തെ കൊടുക്കുന്ന യൂസർ ഐ ഡി പാസ്വേഡ് ശരിയാക്കുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ പറ്റും. ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കും. താങ്ക് യു.